ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണയാണ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മളൊരു പാർട്ട് അതിൽ ഇട്ടതാട്ടോ. ഈ വർഷമല്ല, ടെസ്റ്റ് മാറിയപ്പം നമ്മൾ അതിൻ്റെ നോട്ട് കുറേ ഇട്ടതായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് പുതിയ നോട്ടും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ കുറേ സബ്സ്ക്രൈബറുകളുണ്ട്. 5ാം ക്ലാസ് മുതൽ 5, 6, 7 ഒക്കെ എൻ്റെ ക്ലാസ്സുകൾ മാത്രം കാണുന്നു. ഞാൻ താഴെ കമൻറ്റുകളെല്ലാം കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നില്ലേ, ഇല്ലയോ? നിങ്ങൾ കാണുന്നവർക്കറിയാം, ഞാൻ എന്ത് കമൻറ്റ് എപ്പോൾ കണ്ടാലും ഉണ്ടല്ലോ അതിന് റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങളുടെ ബേസിക് സയൻസ് ആയാലും മാത്സ് ആയാലും സോഷ്യൽ ആയാലും സമയം കിട്ടുമ്പോഴൊക്കെ ഹിന്ദി മലയാളം ഒക്കെ ഞാൻ നോട്ടിടുന്നുണ്ട്. നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ നോട്ടുള്ളത് ഇട്ട് തരാം കേട്ടോ. നമുക്ക് എക്സാം ആണ് വരുന്നത്, ടൈം ടേബിളൊക്കെ ആയി. നിങ്ങൾക്കൊക്കെ ടൈം ടേബിൾ കിട്ടിയോ? അപ്പോൾ ഓണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ് സയൻസിൻ്റെ. പേരെന്താന്ന് നോക്കിയേ, ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ലോകം എന്നാണ് കേട്ടോ. വൈദ്യുതിയുടെ ലോകം. ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ഇട്ടതാവും നിങ്ങളെ. ഞാൻ ഈ താഴെ കമൻറ്റ് ചെയ്ത് ഇട്ടേക്കാം, കാരണം പിൻ ചെയ്ത് വെച്ചിരിക്കാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇട്ടതാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ടെസ്റ്റ് ഇനിയും വായിച്ച് വെറുതെ അത്രയും സമയം കളയണ്ട. അതായത് ഫസ്റ്റ് ചോദ്യം തന്നെ, പാഠത്തിൻ്റെ പേരെന്താ? ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി ദാൻ ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോർ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി എക്സെട്ര. അതായത് പ്രകാശ ഊർജം, താപ ഊർജം, ശബ്ദോർജം തുടങ്ങി മറ്റു പല രൂപങ്ങളിലേക്കും എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാവുന്ന ഊർജത്തിൻ്റെ ഒരു രൂപമാവും നിങ്ങളെ വൈദ്യുതി എന്ന് പറയുന്നത്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ. എന്താ നിങ്ങളെ ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി എന്നാൽ എന്താണ്? ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി ദാൻ ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോർ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി എക്സെട്ര. പ്രകാശ ഊർജം, താപോർജം, ശബ്ദോർജം തുടങ്ങി മറ്റു പല രൂപങ്ങളിലേക്കും എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാവുന്ന ഊർജത്തിൻ്റെ ഒരു രൂപമാണ് കുഞ്ഞുങ്ങളെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ആരാ കുഞ്ഞുങ്ങളെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്നത്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. മൈക്കൽ ഫാരഡേ ആണ്. ആരാ കുഞ്ഞുങ്ങളെ? മൈക്കൽ ഫാരഡേ ആണ്. ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ടെസ്റ്റിൽ അതില്ലെന്ന് തോന്നുന്നല്ലേ? ടെസ്റ്റിൽ ആരാ കണ്ടുപിടിച്ചതെന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്, അതായത് വൈദ്യുതിയാണ്. അപ്പോൾ ആദ്യമേ അത് കണ്ടുപിടിച്ച ആളിനെ കുറിച്ച് വേണ്ടേ ഇല്ലേ? മൈക്കൽ ഫാരഡേ ആണ്. സ്പെല്ലിങ് നോക്കിക്കോണേ നിങ്ങളെ വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. അടുത്ത നമ്മുടെ 3ാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി? എന്താവും നിങ്ങളെ വൈദ്യുതിയുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഡിവൈസസ്, ഞാൻ ഓരോ വാക്കും എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രിക് സെല്ല്, പിന്നെ ജനറേറ്റർ, സോളാർ സെല്ല്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലും പഠിക്കേണ്ടത് കേട്ടോ. ഇലക്ട്രിക് സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ല് ഇതൊക്കെയാണ്. അതായത് അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് വൈദ്യുതി നൽകുന്ന ഉപകരണങ്ങളെ വൈദ്യുത സ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുത സ്രോതസ്സുകൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളെ വൈദ്യുതി നൽകുന്ന ഉപകരണങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകളും ഒക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. 3ാമത്തെ അങ്ങനെയാണെങ്കിൽ എന്താവും നിങ്ങൾ ഈ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി എന്നാൽ എന്താണ്? എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ചെയ്യത്തില്ലേ? മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻ ടു എ സിംഗിൾ സെൽ. നിങ്ങൾക്ക് നോട്ടിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിട്ടത് കേട്ടോ. നമുക്ക് നോട്ടാണല്ലോ, ടെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നോട്ടാണ് നമുക്ക് കിട്ടാത്തത് അല്ലേ. ബാറ്ററി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് ഓർത്തോണം, ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എന്നാൽ എന്ത്? വൈദ്യുതി കണ്ടുപിടിച്ചതാരാണ്? ഇതിൻ്റെ സോഴ്സസുകൾ എന്തെല്ലാമാണ്? സോഴ്സസിനകത്തിൽ ഇലക്ട്രിക് സെല്ലും ജനറേറ്ററും സോളാർ സെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാറ്ററി അല്ലേ, എന്താണ് ബാറ്ററി? ബാറ്ററി എന്ന് വെച്ചാൽ ഒരു അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ അല്ലേ ഇൻടു എ സിംഗിൾ യൂണിറ്റ് ആണ് കേട്ടോ. അതായത് ഒരു യൂണിറ്റിലേക്ക് ഒന്നിലധികം സെല്ലുകളെ ബന്ധിപ്പിച്ചുണ്ടാക്കുന്ന ക്രമീകരണമാണ് ബാറ്ററി അല്ലേ. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റിലേക്ക് ഒന്നിലധികം സെല്ലുകളെ ബന്ധിപ്പിച്ച് ഉണ്ടാക്കുന്ന ക്രമീകരണമാണ് ബാറ്ററി.
കേട്ടോ. എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. കേട്ടോ, 4-മത്തെയാണ് കുഞ്ഞുങ്ങളെ 4. അങ്ങനെയാണെങ്കിൽ 5-മത്തെ എന്താണ് ഇലക്ട്രിക് സെല്ല്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ്, അതായത് ഈ വൈദ്യുതിയുടെ മീൻസ് ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രിക് സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ല് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ എന്താ ഇലക്ട്രിക് സെല്ല്? ബാറ്ററി നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്ത ഇലക്ട്രിക് സെൽ എന്ന് വെച്ചാൽ എന്താണ്? സെൽസ് ആർ ദ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക് എനർജി. ആ ഒരു വാക്ക് മാത്രം പഠിച്ചാൽ മതി. എന്താണ് ഇലക്ട്രിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? സെൽസ് ആർ ദ ഡിവൈസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് ചെയ്യുക. അത് അറിഞ്ഞിരിക്കേണ്ടത്. കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക് എനർജി. കേട്ടോ, ആ ഒരൊറ്റ വാക്ക് പഠിച്ചാൽ മതി. കേട്ടോ, സെല്ല് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ അസ് കെമിക്കൽ എനർജി. ദീസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അതായത് നമ്മുടെ രാസോർജത്തെ, കെമിക്കൽ ഉണ്ടല്ലോ നിങ്ങളെ, കെമിക്കൽ ബാറ്ററിക്കകമൊക്കെ നിങ്ങൾ തല്ലിപ്പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ? ബാറ്ററി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കണ്ടു കാണും. നമ്മുടെ കയ്യിലില്ലാത്ത പടിയില്ലല്ലോ. ഈ ബാറ്ററിയൊക്കെ അടിച്ച് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്തിൽ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന ഇലക്ട്രിക് സെല്ല്. അതിനകത്ത് കെമിക്കലാട്ടോ. അതൊന്നും വായിലെങ്ങും വെക്കുകയൊന്നും ചെയ്തേ. അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഇലക്ട്രിക് സെല്ല്. ഓക്കെ ആണോ? അത്രയും ഇലക്ട്രിക് സെല്ല് വരെ ഓക്കെ ആണോ? നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ? ഇലക്ട്രിക് സെല്ല് അടുത്ത. അപ്പോൾ നമ്മൾ ടെസ്റ്റിൽ ഇത് ഇലക്ട്രിസിറ്റി എന്നാൽ എന്തെന്ന് നമ്മളൊന്ന് ബേസ് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആരാന്ന് അറിഞ്ഞിരിക്കണം. ഈ ഇലക്ട്രിസിറ്റിയുടെ ഉറവിടങ്ങൾ, അതായത് സോഴ്സസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ബാറ്ററി എന്താണ്, സെൽ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. കേട്ടോ, ഇനി നമ്മുടെ ടെസ്റ്റിലെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളാവും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിലെ ഓരോ ചോദ്യങ്ങളും ഉണ്ടല്ലോ. അതായത് ഉദാഹരണത്തിന് രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അതൊക്കെയാണ് ഇനി നമ്മൾ പറയുന്നത്. കേട്ടോ, വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദെയർ ഈസ് എ പവർ ഫെയിലർ? രാത്രിയിൽ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അറിയുന്നില്ല കുഞ്ഞുങ്ങളെ. ഞങ്ങളുടെയൊക്കെ കാലത്താണ് സത്യത്തിൽ കറണ്ട് ഇല്ലാത്തുള്ള അവസ്ഥ. ഇപ്പം എല്ലായിടവും ഇൻവേർട്ടർ ഇല്ലേ. കറണ്ട് ഇല്ലെങ്കിൽ ഉടനെ അറിയുന്ന പോലും ഇല്ല. ഇൻവേർട്ടർ ഓട്ടോമാറ്റിക്കലി അല്ലേ കത്തിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ അല്ലേ. എല്ലായിടും മിക്കവാറും ഇപ്പം 100 വീട് എടുക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 90 വീട്ടിൽ ഇൻവേർട്ടർ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ കറണ്ട് പോകുന്നതോ വരുന്നതോ ഒന്നും അറിയുന്നില്ല. പിന്നെ റോഡിലെ കാണാൻ ലൈറ്റ് ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേരും അറിയുന്നത് കറണ്ട് ഇല്ല എന്നല്ലേ. ഇല്ലേ, അതല്ലേ സത്യം. പണ്ടൊക്കെ ആണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ മണ്ണെണ്ണ വിളക്ക് എവിടെയാണെന്ന് തപ്പിയെടുത്ത് അതിൻ്റെ തീപ്പെട്ടിയും തപ്പിയെടുത്ത് അതിൽ മണ്ണെണ്ണ ഒഴിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് കറണ്ട് വരും. കേട്ടോ, അങ്ങനെയൊക്കെ ഒരു പണ്ട് കാലത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും അത് അറിയുന്നില്ല. അമ്മയുടെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം. കേട്ടോ, കാരണം പെട്ടെന്ന് ഈ സാധനം ഇവിടെ ചിലപ്പോൾ മിക്കവാറും ഒരിടത്ത് വെക്കുന്നെങ്കിലും ചില സമയത്ത് കറണ്ട് പോകുമ്പോൾ ഈ സാധനം നോക്കിയാൽ കാണത്തില്ല. അത് തപ്പിയെടുത്തൊക്കെ വരുന്ന അതിനകത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ മണ്ണെണ്ണ കാണത്തില്ല, തിരി എന്തെങ്കിലുമൊക്കെ. ഇതെല്ലാം ലുറ്റിലുടുക്കെല്ലാം കൂടെ പറക്കി എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം വരുമ്പോഴത്തേക്ക് കറണ്ടും വരും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഇത് വല്ലതും അറിയുന്നുണ്ടോ? രാത്രിയിൽ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇൻവെർട്ടർ കത്തും അല്ലേ. ഇല്ലെങ്കിൽ നമ്മളെ മെഴുകുതിരി കത്തിച്ച് വെക്കും അല്ലേ. അപ്പം ഇവിടെ കാൻഡിൽസ് ആർ യൂസ്ഡ്, എമർജൻസി, ഇൻവെർട്ടർ അല്ലേ. മെഴുകുതിരി ഉപയോഗിക്കുന്നു, റാന്തലുകൾ ഉപയോഗിക്കുന്നു, ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നു. കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതി വെച്ചോണം. എമർജൻസി ലാമ്പുകൾ നിർമ്മിക്കാൻ എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്? നമ്മുടെ ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് കുഞ്ഞുങ്ങൾ. കേട്ടോ, എമർജൻസി ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ. ഈ എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ എന്തെല്ലാം സാമഗ്രികളാണ് നമുക്ക് ആവശ്യം? വാട്ട് തിങ്സ് ആർ നീഡഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്? എന്തൊക്കെ വേണം? ബാറ്ററി വേണം, അതിന് ബൾബ് വേണം, LED മൊഡ്യൂൾ വേണം. മൊഡ്യൂൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഈ കുഞ്ഞു സ്ട്രിപ്സുകൾ അറിയാമോ? കണക്റ്റിംഗ് വയറുകൾ, സ്വിച്ച്, സ്റ്റാൻഡ്, ഇതൊക്കെ വേണം. കേട്ടോ, എന്തൊക്കെ വേണം? ബാറ്ററി, LED മൊഡ്യൂളുകൾ, വയറുകൾ, സ്വിച്ച്, സ്റ്റാൻഡ്, ഇതൊക്കെയാണ് ഒരു എമർജൻസി ലാമ്പ് പണിയാൻ. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനുള്ള ആൻസറാണ് ഞാനങ്ങ് എഴുതി തന്നതേ ഉള്ളൂ. കേട്ടോ, ഇനി ഈ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ, വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നതെന്ന്. വേർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു റിമോട്ട് അല്ലേ. ഈ റിമോട്ടിൽ എന്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ബാറ്ററി അല്ലേ, ഡ്രൈ സെല്ല് എന്ന് വെച്ചാൽ ചെറിയ വെള്ള സെല്ല് ഉപയോഗിക്കുന്ന ചെറിയ ഇതുണ്ട്, റിമോട്ടുണ്ട് അറിയാമോ? നമ്മുടെ ഈ ഫാനിൻ്റെയും അല്ലേ പിന്നെ
ഫാനിനും എ സിക്ക് അല്ലാത്ത ബാറ്ററി അല്ല, ആ ക്ലോക്കിന് അല്ലേ, ഇതൊക്കെ ഫാൻ. പിന്നെ ചില കളിപ്പാട്ടങ്ങൾക്കുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചെറിയ വട്ടത്തിലിരിക്കുന്ന വെള്ള ബട്ടൺ പോലിരിക്കുന്ന ബാറ്ററികൾ അല്ലേ. ക്ലോക്കിനെല്ലാം ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൊബൈലിനകത്തിലും ബാറ്ററിയാണ്. ആ ബാറ്ററിയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കറണ്ടിലൂടെ ചാർജ് ചെയ്യുന്നത് അല്ലേ. എന്താണ്, റിമോട്ട്, പിന്നെ ക്ലോക്ക്, മൊബൈല്, ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതുപോലെ എമർജൻസി ലാമ്പും ബാറ്ററിയാണ്. അതിനകത്തിലോട്ട് നമ്മൾ വിചാരിക്കേ കറണ്ട് വഴിയല്ലേ ഈ എമർജൻസി കത്തുന്നത് അല്ലേ മൊബൈലിൽ ചാർജ് ചെയ്യുന്നത് കറണ്ട് കുത്തി ഇടുമ്പോഴല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിനകത്ത് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയാണ് നമ്മൾ കറണ്ടിലൂടെ ചാർജ് ചെയ്ത് ഇട്ട് കേട്ടോ. അതുപോലെ അയൺ ബോക്സ്, തേപ്പൂട്ടി കേട്ടോ. AC മെയിൻസ് പവർ സപ്ലൈ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയൺ ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3-4 പഠിച്ച് വെച്ചേക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് വൈദ്യുത സ്രോതസ്സുകൾ എന്നാൽ എന്താ? ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കുഞ്ഞുങ്ങളെ. വൈദ്യുത സ്രോതസ്സുകൾ എന്നാൽ എന്ത്? സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് എക്സെട്ര ആർ ദ ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി. മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ, ഈ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി കേട്ടോ. എന്തൊക്കെയാ? ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് എക്സെട്ര ആർ ദ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. മുമ്പ് നമ്മളൊന്ന് പറഞ്ഞാൽ തോന്നുന്നു അല്ലേ. വൈദ്യുതി നമുക്ക് വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഏതൊക്കെയാ? വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാ അല്ലെ. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ പറഞ്ഞതാ അല്ലേ. ഏതൊക്കെയാണ്? ഇലക്ട്രിക് സെല്ല്, ജനറേറ്ററും സോളാർ സെല്ലും ഒക്കെ എൻ്റെ എക്സാമ്പിളും പറഞ്ഞതാ കേട്ടോ. വൈദ്യുത സെല്ലുകൾ എന്നാൽ എന്താണ്? അടുത്ത മുമ്പ് പറഞ്ഞതാ നമ്മൾ. സെൽ എന്നാൽ എന്താ? സെല്ല് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ എന്താ? രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനത്തിനെയാണ് വൈദ്യുത സെൽ എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു ഇലക്ട്രിക് സെൽ എന്നാൽ എന്ത് അല്ലേ. എന്താണ് ഇലക്ട്രിക് സെൽ എന്ന് മുമ്പ് പഠിച്ചതാണ്. എന്നാലും എഴുതാത്തവരുണ്ട്, എഴുതിക്കോ നിങ്ങളെ. രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ഇവയിൽ വൈദ്യുതോർജം രാസോർജമായിട്ട് സംഭരിച്ചിരിക്കുന്നുണ്ട്. വൈദ്യുതോർജത്തെ രാസോർജമായിട്ട് സംഭരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോർച്ചിനകത്തിലൊക്കെ ബാറ്ററി ചാർജ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് ചാർജ് ഉണ്ടായിട്ടല്ലേ അല്ലേ. അത് പിന്നെ നമ്മൾ ആ ചാർജ് തീരുന്നിടം വരെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കറണ്ട് കുത്തിക്കൊണ്ടാണോ നടക്കുന്നത്? അല്ല, ആ ബാറ്ററിക്കകത്തിൽ അതിൻ്റെ ചാർജ് കയറി നിൽപ്പുണ്ട് അല്ലേ. അതുപോലെ നാം ഉപയോഗിക്കുമ്പോൾ രാസോർജം എന്താവുന്നു? വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് സെൽസ് ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഈ ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ഇൻ ദം. ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ദം കേട്ടോ. അത് മുമ്പ് നമ്മൾ പറഞ്ഞതാ, എന്നാലും എഴുതാത്തതുണ്ടെങ്കിൽ എഴുതിക്കോ കേട്ടോ. അപ്പോൾ ബാറ്ററി നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങളെ. ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെന്റ് അല്ലേ. ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻറ്റു സിംഗിൾ യൂണിറ്റ് അല്ലേ. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി കേട്ടോ. ബാറ്ററി എന്ന ഇനി ക്ലോക്ക്, മൊബൈൽ ഫോൺ എന്നീ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഈ ക്ലോക്കിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയും, ക്ലോക്കിലെ ബാറ്ററി ഇല്ലേ നിങ്ങൾ നമ്മുടെ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ചെറുത് ഇല്ലേ. എന്നാൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ആ ബാറ്ററിയാണോ ഉപയോഗിക്കുന്നത്? നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഊരി നോക്കണ്ട, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലോക്കിലിടുന്ന ബാറ്ററി ആണോ മൊബൈൽ ഫോണിലിടുന്നത്? അല്ല. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോക്കുന്നില്ലേ, ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെല്ലുകൾ ഉപയോഗിക്കുന്നു. മീൻസ് ക്ലോക്കിനകത്തിൽ എന്നാൽ പ്രവർത്തനരഹിതമായാൽ ഉപയോഗിക്കാൻ കഴിയില്ല. ക്ലോക്കിലാണെങ്കിൽ നമ്മളിപ്പം അതിൻ്റെ ബാറ്ററി ഇങ്ങനെ ഓടി അതിൻ്റെ ചാർജ് തീർന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്ലോക്കിലിട്ടിരിക്കുന്ന ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് കളയാനല്ലേ കൊള്ളത്തുള്ളൂ അല്ലേ. എന്നാൽ പുതിയ സെൽ പിന്നെ നമുക്ക് ക്ലോക്ക് സൂചി ഓടണമെന്നുണ്ടെങ്കിൽ എന്താ? പുതിയ ബാറ്ററി മേടിച്ചിട്ടെങ്കിലേ പറ്റുമോ? എന്നാൽ ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പുതിയ സെൽ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ക്ലോക്കിൽ എന്താണ്? സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രവർത്തനരഹിതമായാൽ എന്ന് വെച്ചാൽ അതിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ പുതിയ സെല്ല് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ മൊബൈൽ
ചാർജ് കയറുന്ന ഉടനെ അതിൻ്റെ ബാറ്ററി ഊരി കളഞ്ഞിട്ട് വേറെ ബാറ്ററി ദിവസവും നമ്മൾ ഇടുവാന്നോ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. രാവിലെ എണീക്കുമ്പോൾ മൊബൈൽ ചാർജ് ഇല്ല, ആ മൊബൈലിൻ്റെ ബാക്ക് പെട്ടെന്ന് ഊരിയിട്ട് ബാറ്ററി എടുത്ത് കളഞ്ഞിട്ട് പുതിയ ബാറ്ററി എടുത്തിടുവാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യാം? ഉടനെ ചാർജർ എടുത്ത് കറണ്ട് ചാർജ് ചെയ്യും അല്ലേ? അപ്പോൾ മൊബൈൽ ഫോൺ ബാറ്ററിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവ റീചാർജ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും, ക്ലോക്കിലെ ബാറ്ററിയും മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചോണേ. അത് മലയാളമാണ്. ഇംഗ്ലീഷ് നോക്കിക്കേ. എ സെൽ ഇൻ എ ക്ലോക്ക് cannot be used again അല്ലേ? when its charge is completely used up. എന്നാൽ but the battery in mobile phone can be recharged and used again. പഠിച്ചോണ്ടാ കുഞ്ഞുങ്ങളെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞു വാക്കുകളുമാണ്, പഠിക്കാൻ എളുപ്പമാണ്. എ സെൽ ഇൻ എ ക്ലോക്ക് cannot be used again. ക്ലോക്കിലെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വെൻ ഇറ്റ്സ് എ ചാർജ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് അല്ലേ? പക്ഷേ ബാറ്ററി ഇൻ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ആണെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാം അല്ലേ? എന്നിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നതും, അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം മൊബൈൽ ഫോണിൻ്റെ പറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുക റീചാർജബിളും നോൺ റീചാർജബിളും എന്ന് വെച്ചാൽ ചാർജ് ചെയ്യാൻ കഴിയുന്നവയും ചാർജ് ചെയ്യാൻ കഴിയാത്തവയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഇതെല്ലാം ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ചാർജബിളും നോൺ റീചാർജബിളും, റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലും റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളും ഏതൊക്കെയാണെന്ന് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണേ. ഏതൊക്കെയാണ്? മൊബൈൽ ഫോൺ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, ലാപ്ടോപ്പ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, പിന്നെ ലൈറ്റുകൾ അല്ലേ, ടോർച്ച്, വാഹനങ്ങളിലെ അല്ലേ, ഇപ്പം ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഇപ്പം ബൈക്കും കാറും ഒക്കെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കാർ അവിടെ കളഞ്ഞിട്ട് പോരുക അല്ലേ? അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചേ. എന്നാൽ നോൺ റീചാർജബിൾ ഉണ്ട്, ചാർജ് ചെയ്യാൻ കഴിയാത്തവ അല്ലേ? ചാർജ് ചെയ്യാൻ കഴിയാത്തവ. ഇപ്പൊ ക്ലോക്കിൽ നമ്മൾ പറഞ്ഞു ബാറ്ററി അല്ലേ? പിന്നെ അതിന്റെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ പറ്റുമോ? ഇല്ല. വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിന്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാലോ കളയാനേ പറ്റൂ. റിമോട്ടിന്റെ ബാറ്ററിയോ? റിമോട്ടിലെ ബാറ്ററിയും ചാർജ് തീർന്നാൽ ആ ബാറ്ററി, ഈ സാധനം കളയാന്ന് ഉദ്ദേശിക്കുന്ന ബാറ്ററി കളയാന്ന് കേട്ടോ. നമ്മൾ വിചാരിക്കും റിമോട്ട് പിന്നെ കളയാം അല്ലെ, വാച്ച് കളയാമെന്നല്ല, ആ ബാറ്ററി മാറ്റി വേറെ ബാറ്ററി ഇടുക എന്നാ കേട്ടോ. റേഡിയോയിൽ നമ്മൾ അതുപോലെയാണ്. ഇപ്പം കറണ്ട് വെച്ചാണ് ഇപ്പം എല്ലാം അല്ലേ? റേഡിയോയ്ക്ക് ഇപ്പം എല്ലാം കറണ്ടാണ്. ഇപ്പം റേഡിയോയെ കാണാനില്ല അല്ലേ? ഇപ്പം എല്ലാവരും മൊബൈലിലൂടെയാണ് റേഡിയോ കേൾക്കുന്നത് അല്ലേ? ആണോ? ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തവയും പഠിച്ചോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്തത് LED. നമുക്കിനി ലൈറ്റിലോട്ട് കയറാം. കറണ്ട് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെ അറിയുന്ന? ലൈറ്റ് ഇട്ട് നോക്കിയല്ലേ അല്ലേ? ഇപ്പം എല്ലാം മിക്കവാറും LED ആണ് അല്ലേ കുഞ്ഞുങ്ങളെ? അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചോണേ. LED ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അത് ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. LED ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് പറയാൻ പഠിക്കണേ. LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം? നമ്മളെല്ലാ വീട്ടിലും ഇപ്പോൾ വെള്ള വെട്ടം, പണ്ടൊക്കെ കാലത്ത് ഒരുമാതിരി ചുമന്ന മഞ്ഞ വെട്ടം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ തലവേദന എടുക്കുന്ന ഒരു വെട്ടം ഉണ്ടായിരുന്നു, അറിയാമോ? ഇപ്പം അത് കാണുമ്പം അല്ലേ, പണ്ടതായിരുന്നു എല്ലാ വീടുകളിലും ഉപയോഗിച്ചിരുന്നത് അല്ലേ, ഇൻകാൻഡസെൻ്റ് അല്ലേ, LED. ഇപ്പം എല്ലായിടും എല്ലാ വീട്ടിലും വെള്ള വെട്ടമാണ് അല്ലേ? LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് LED ബൾബ് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളെ? ഗ്രേറ്റർ എനർജി സേവിങ്സ്. നമുക്ക് LED കുറഞ്ഞ വൈദ്യുതി മതി അല്ലേ, കുറഞ്ഞ ഊർജ്ജം മതി എന്നാണ് ഗ്രേറ്റർ എനർജി സേവിങ്. അതുപോലെ തന്നെ ലോങ്ങർ LED ലൈഫ് സ്പാൻ. ഇത് കൂടുതൽ കാലം നമുക്ക് ഈട് നിൽക്കും കേട്ടോ. കുറേ നാൾ നമ്മൾ LED ട്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര 2-3 വർഷമൊക്കെ നിൽക്കുന്ന ലോങ്ങർ LED ലൈഫ് സ്പാൻ, കൂടുതൽ കാലം ഈട് നിൽക്കും. അതുപോലെ റെഡ്യൂസ്ഡ് എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ്, നമ്മുടെ പ്രകൃതിക്ക് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല പ്രൈസ്ലെസ്സുമാണ്, വിലക്കുറവുമാണ്. മനസ്സിലാക്കണേ നിങ്ങളെ. LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു 5 യൂസസ് ആണ് നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെ, ഗുണങ്ങൾ അല്ലെ, മേന്മകൾ എന്തെല്ലാമാണ്? അതിന് LED കുറഞ്ഞ ഊർജ്ജം മതി, ഇത് കൂടുതൽ കാലം ഈട് നിൽക്കും, പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്നില്ല, ഇതിന് നല്ല വിലക്കുറവുമാണ് എന്നാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? പഠിക്കാൻ പറ്റുമല്ലോ? പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. LED ബൾബിനെ കുറിച്ചാണ് നമ്മളീ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് അവർ ചോദിക്കുക ഈ LED മൊഡ്യൂളെന്ന് കേട്ടിട്ടുണ്ടോ? മൊഡ്യൂള് അതായത് ഈ ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനമാണ്. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത്.
അതിന് എക്സാമ്പിൾ ഇവിടെ കണ്ടുണ്ട് പോട്ടെ കേട്ടോ. മനസ്സിലാക്കണേ. ഇപ്പം സ്ട്രിപ്റ്റ് അറിയാതില്ല. ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് സ്ട്രിപ്പ് LED ഇപ്പം എന്തോ അതൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഇപ്പം ഇവിടെ ഇല്ല പോട്ടെ. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂള് കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ അല്ല ഇംഗ്ലീഷ് ഉണ്ട്. എന്താ നിങ്ങളെ LED മൊഡ്യൂൾസ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 LED ബൾബ് ഇൻ എ സ്ട്രിപ്സ്. LED മൊഡ്യൂൾ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 LED ബൾബ് ഇൻ എ സ്ട്രിപ്പ് കേട്ടോ. ഇത് ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. മൊഡ്യൂളാണ് മൊഡ്യൂൾ കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? വൈദ്യുത സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് എന്നിട്ട് ഞാൻ മലയാളം ഇംഗ്ലീഷും കൂടെ വെച്ചാൽ കാണിക്കുന്നത്, കാരണം അർത്ഥം മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ വൈദ്യുത സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സസ് ടു എ ഡിവൈസ്. നമ്മുടെ വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ സർക്യൂട്ട് അല്ലേ, നമ്മൾ സർക്യൂട്ട് എന്ന് തന്നെ പറയുന്നത് അല്ലേ. വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും നിങ്ങൾ നോക്കണ്ട, നമ്പർ ഇട്ട് ഇത് എന്താ കറക്റ്റാ 4 അതാത് ഓർഡറിൽ ഞാൻ പറയുന്നുണ്ട്. അതങ്ങ് പഠിച്ചോണേ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ട് പഠിച്ചോണ്ടേ നിങ്ങൾ. വൈദ്യുത സ്രോതസ് ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മളിപ്പം ഒരു മൊബൈൽ ചാർജ് ചെയ്യുമ്പം അതിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്റർ, അതിൻ്റെ വയറ്, അത് കുത്തുന്ന പിന്ന് അല്ലേ, ഇതൊക്കെ വൈദ്യുത സ്രോതസ്സിൽ നിന്നും അതിൻ്റെ ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ആ ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് അടഞ്ഞ സർക്യൂട്ടുമുണ്ട്, തുറന്ന സർക്യൂട്ടും ഉണ്ട് കേട്ടോ. ടെസ്റ്റിൽ ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, സെൽ എന്താണ്, ബാറ്ററി എന്താണ്. ബാറ്ററി ഉണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ, ഇതാണ് ബാറ്ററി. ദാണ്ട് ഈ ഇങ്ങോട്ടിരിക്കുന്ന ഇത് അടപ്പ് പോലെ ക്യാപ്പ് പോലെ കൊടുത്തേക്കുന്നുണ്ടല്ലോ, അത് പോസിറ്റീവാണ്, ഇത് മൈനസ് ആണ്. കണ്ടോ, ഈ ക്യാപ്പ് എവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പോസിറ്റീവ് ആണെന്ന് ഓർത്തോണം കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ. അതാണ്ട് സ്ട്രിപ്സിൻ്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അണ്ട് റിമോട്ട്, ക്ലോക്ക്, മൊബൈൽ ഫോണ്, അണ്ട് എമർജൻസി ലാമ്പ്, തേപ്പൂട്ടി, ഇതിനകത്ത് ഞാൻ സ്ട്രിപ്സ് കൊടുത്തേക്കുന്നത് എന്തോ LED സ്ട്രിപ്സുകൾ. ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാണിച്ചു കേട്ടോ. കണ്ടോ, അണ്ട് അതുപോലെ എമർജൻസിക്കകത്തിലും കണ്ടോ സ്ട്രിപ്സ് കൊടുത്തേക്ക്. ഇതിനകത്ത് വെള്ള കുഞ്ഞു അതാ. ഓക്കെ. ആണ്ട് ബാറ്ററി കണ്ടോ, സെല്ലും ബാറ്ററിയും, സോളാറ് കണ്ടോ, വൈദ്യുത സ്രോതസ്സുകൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കുന്നത് സ്ട്രിപ്സുകൾ കണ്ടോ. ബാറ്ററി ഉപയോഗിച്ചിട്ട് എമർജൻസി ലാമ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉണ്ട് കണ്ടോ. ഇനി നമ്മൾ പറഞ്ഞ ബൾബ്, ഫിലമെൻ്റ് ബൾബുകൾ, പണ്ടത്തെ ഫിലമെൻ്റ് ബൾബ്, ഇത് CFL, ഇത് LED. ഈ LED-യുടെ ഉപയോഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ. LED-യുടെ ഉപയോഗമാണ്. LED-യുടെ ഫുൾ ഫോം ഇതൊന്നും നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. ഈ ഒരു വരി നല്ലപോലെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. അതായത് LED-യുടെ ഫുൾ ഫോം നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഇത് ഊർജ്ജലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED-ക്ക് അല്ലേ. ഊർജ്ജം മതി CFL-ന്. അതായത് സാധാരണ ഇലക്ട്രിക് ബൾബുകളിനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFL-ന്. CFL കണ്ടിതാട്ടോ. CFL-ന് സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFL-നേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി ആർക്കാ? LED-ക്ക്. മനസ്സിലാക്കണേ. LED ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മേന്മകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. LED ഇത് നമ്മൾ പറഞ്ഞേ എല്ലാം. ഞാൻ ഈ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ വെച്ചാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്. LED നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ CFL പണ്ട് കാലത്തല്ല, സാധാരണ ഇലക്ട്രിക് ബൾബുകൾ കുറഞ്ഞ ഊർജ്ജമാണ് CFL-നുള്ളത് അല്ലേ. പക്ഷേ CFL-ന് കഴിഞ്ഞാണ് ആര് വന്നത്? നമ്മുടെ LED ബൾബ് വന്നത്. പുതിയ തലമുറ LED ബൾബുകൾ കണ്ടുപിടിച്ചപ്പോൾ ഈ CFL-നെക്കാട്ടിൽ വൈദ്യുതി കുറവ് മതി ഈ LED-ക്ക് കേട്ടോ. അതാ LED-യുടെ നമ്മൾ മുമ്പ് പഠിച്ചത് കേട്ടോ. ഈ ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനത്തിനെയാണ് നമ്മൾ LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ അത്രയും പറഞ്ഞതാണ്. ഇനി ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓപ്പണും ക്ലോസും എന്താണെന്ന്.
എന്നിട്ട് ഇത് കണ്ടോ, ഇവിടെ എവിടെയെങ്കിലും തുറന്നിരിപ്പുണ്ടോ എന്ന് നോക്കി. ഇതാണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ, തുറന്നിരിക്കുമല്ലേ ഇല്ലേ? ഇതാണ്ട് ഇവിടെ കണ്ടോ. കാരണം ഇത് എല്ലാം നമ്മളൊരു വയറ് കണക്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ആ ബൾബ് കത്തുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. കണ്ടോ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇത് ഓപ്പൺ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലായിടവും അതേപോലെ ഇത് നോക്കി, എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടോ? കണ്ടോ ആ ബൾബ് പ്രകാശിച്ച് നിൽക്കുന്നത് കണ്ടോ. സൂര്യൻ്റെ കൂട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ അത് പ്രകാശിച്ച് കത്തി നിൽക്കുക എന്നാ. ഇത് കത്തിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഇവിടെ തുറന്നിരിക്കുക. മനസ്സിലായല്ലോ? അതാണ് നമ്മളിനി പഠിക്കുന്നത്. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും കേട്ടോ. ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും. എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വൺ if it is complete. A circuit is a closed one if it is complete. If the circuit is not complete, it is an open circuit. ഈ ഇലക്ട്രിക് ഡിവൈസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ആ 3 വരി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണെന്നറിയോ നിങ്ങളെ, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഇപ്പം ഞാൻ പടം കാണിച്ചല്ലോ, ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് അല്ലേ, ക്ലോസ്ഡ് സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടാണ്. ഏതെങ്കിലും വയറോ എന്തെങ്കിലും ഒന്ന് നീങ്ങി ഇരിപ്പുണ്ടെങ്കിൽ അത് എന്താ, തുറന്ന അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് ഓർത്തോണം കേട്ടോ. ഇലക്ട്രിക് ഡിവൈസ് ക്യാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് കേട്ടോ. ഓക്കെ ആണോ? ആ 3 വരിയേ ഉള്ളൂ കേട്ടോ, 3 വരി ഇംഗ്ലീഷിലും മലയാളം. ഓക്കെ, അടുത്ത ഈ നമ്മൾ സ്വിച്ച്, നമ്മൾ ഓരോന്നിനെക്കുറിച്ച് ബൾബ് പറഞ്ഞു, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതാരാണ് ഇല്ലേ, എന്തൊക്കെ പഠിച്ചു. ഇലക്ട്രിസിറ്റി എന്നാൽ എന്താണ്, ഇത് കണ്ടുപിടിച്ചതാരാണ്, ഇതിൻ്റെ സോഴ്സസ് എന്തെല്ലാമാണ്, പിന്നെ എന്താ ബൾബ് സെല്ല് റീചാർജ്, ഓരോന്നിനെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് പഠിച്ചു അല്ലേ. പിന്നെ മൊബൈൽ ഫോണും ക്ലോക്കും ബാറ്ററി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താണെന്ന് പഠിച്ചു അല്ലേ. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചു. ഓപ്പൺ സർക്യൂട്ടും ക്ലോസ് സർക്യൂട്ടും എന്തുവാന്ന് പഠിച്ചു. LED-യുടെ മേന്മകൾ എന്തെല്ലാം എന്ന് പഠിച്ചു കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് സ്വിച്ചിനെ കുറിച്ചാണ്. സ്വിച്ച് ഇത് ഓണാക്കിയാലും ഓഫാക്കിയാലും ഇത് കത്തു ഇല്ലേ. വി യൂസ് ബൾബ് ആൻഡ് ഫാൻ വൈൽ വി ആർ ഇൻ എ റൂം. ദെൻ ആർ ദ സർക്യൂട്ട് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ ക്ലോസ്ഡ് ഓർ ഓപ്പൺ. നമ്മൾ മുറിയിലിരിക്കുമ്പോൾ ബൾബും ഫാനും പ്രവർത്തിക്കാൻ ബൾബിലേക്കും ഫാനിലേക്കും ഉള്ള സർക്യൂട്ട് അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മളൊരു മുറിയിലിരിക്കുമ്പോൾ ബൾബും ഫാനും പ്രവർത്തിക്കാൻ ഈ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ട് അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടതെന്ന്. എങ്ങനെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലേ, അടഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമേ ഏത് ഇലക്ട്രിക് സാധനങ്ങളും പ്രവർത്തിക്കത്തുള്ളൂ എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലേ. എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ കത്തുവോ? അപ്പം ബൾബും ഫാനും ഓൾറെഡി കറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് അടഞ്ഞതായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അത് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഡോണ്ട് യു സ്വിച്ച് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ വെൻ യു ലീവ് ദ റൂം. നൗ ആർ ദ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ. ഇനി നമ്മൾ മുറിയിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ ഈ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ? കുറവാ അല്ലേ. മുറിയിൽ നിന്നും പുറത്ത് കടക്കുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ? ഇത് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് അടഞ്ഞതാണോ തുറന്നതാണോ? അന്നേരം ഓപ്പൺ ആയിരിക്കും അല്ലേ, അന്നേരം ഓപ്പൺ ആയിരിക്കും സ്വിച്ച് കേട്ടോ. സ്വിച്ചിൻ്റെ ഓർത്താൽ മതി, സ്വിച്ച് അന്നേരം എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും കേട്ടോ. നമ്മൾ ഓൺ ആക്കുമ്പോൾ ക്ലോസുമാണ് കേട്ടോ. ഈ ബൾബും ഫാനും പ്രവർത്തിക്കുമ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഓഫ് ആക്കുമ്പോൾ അത് ഓപ്പണുമാണ്. തിരിഞ്ഞു പോവല്ലേ. ഓക്കെ, നിങ്ങൾ അടുത്ത ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി മാത്രമേ എഴുതുന്നുള്ളൂ, വാരി വലിച്ചൊന്നും എഴുതിയിട്ടില്ല. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഒഴുകുന്ന വൈദ്യുതി. ഹൗ ഡസ് ഇലക്ട്രിസിറ്റി റീച്ച് ദ ബൾബ് ഫ്രം ദ ബാറ്ററി. ഒരു ബാറ്ററിയിൽ നിന്നും വൈദ്യുതി എത്തുന്നത് എങ്ങനെയാണ്? ഒരു മാർഗയുടെ ചോദ്യമാണ്. ഒരു ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ദ കണക്റ്റിംഗ് വയർ അല്ലേ. ഒരു ചാലകങ്ങളിലൂടെ മാത്രമേ പോകത്തുള്ളൂ. ഒരു ബാറ്ററിയിൽ നിന്നും വൈദ്യുതി എത്തുന്നത് അതിൻ്റെ കണക്റ്റിംഗ് വയറിലൂടെയാണ് അല്ലെങ്കിൽ ചാലകങ്ങളിലൂടെയാണെന്നാണ് കേട്ടോ. ഡു ഓൾ സബ്സ്റ്റൻസ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. ഓൾ സബ്സ്റ്റൻസ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. നോ ആണോ? അല്ല. അടുത്ത ചോദ്യം, വിച്ച് മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇത് തിരിഞ്ഞു പോകില്ലേ നിങ്ങൾ കേട്ടോ. കണ്ടക്ട്, വിച്ച് മെറ്റൽസ്, വിച്ച് എന്ന് വെച്ചാൽ ഇവിടെ ഏതെന്നല്ല, ഏതെല്ലാം മെറ്റീരിയൽ വസ്തുക്കളാണ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ, ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തി വിടുന്നത്.
നല്ലപോലെ പഠിച്ചിരിക്കണം. കുറേ ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. കുറേ എണ്ണം തന്നിട്ട് നമ്മളോട് പറയാം നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുത്. കുറേ മെറ്റൽസുകൾ നമ്മുടെ മുന്നിൽ നിരത്തി തരുമോ. നിങ്ങൾ അതിൽ നോക്കിയേ, സേഫ്റ്റി പിൻ, സ്റ്റീൽ സ്കെയില്, പെൻസിൽ, ഗ്രാഫൈറ്റ്, പെൻസിലിനകത്തെ കറുത്തില്ലേ നമ്മൾ എഴുതുന്നത്, അതിന് ഗ്രാഫൈറ്റ് ആണ്. മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ, ഇങ്ങനെ കുറേ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് എന്താ ഇത് വൈദ്യുതി കടത്തി വിടുന്നതാണോ അല്ലയോ എന്ന് എഴുതാനാണ്. അപ്പോൾ ഇത് കുറേ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയുണ്ട് ഏതാ, പേപ്പർ, പീസ് ഓഫ് വുഡ്, ചാർക്കോള്, പ്ലാസ്റ്റിക് ബാങ്കിൾ. അപ്പോൾ ഇതൊക്കെ തന്നിട്ട് വൈദ്യുതി കടത്തി വിടുന്നതും കടത്തി വിടാത്തതും തങ്ങളിൽ, അതായത് മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തി വിടുന്നതിൻ്റെ പേരാണ് നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത്. ഏതൊക്കെയാണ്, അതായത് സേഫ്റ്റി പിൻ കേട്ടോ, വൈദ്യുതി കയറി പോകുന്നത് കേട്ടോ, അതിലൊക്കെ പിടിച്ചാൽ സേഫ്റ്റി പിൻ എടുത്ത് സ്വിച്ച് ബോർഡിനകത്തിലൊക്കെ കേട്ടോ. സേഫ്റ്റി പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീലിൻ്റെ സ്കെയില്, പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ്, മെറ്റലിൻ്റെ ബാങ്കിൾ എന്ന് വെച്ചാൽ വളയുണ്ടല്ലോ, ലോഹവള, വെറ്റ് പേപ്പർ, നനഞ്ഞ കടലാസ്, കോപ്പർ വയർ, ചെമ്പ് കമ്പി, ഇതെല്ലാം എന്താവും ഞങ്ങളെ കണ്ടക്ട് ഇലക്ട്രിസിറ്റിയാണ്, എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിടുന്നവയാണ്. അപ്പോൾ കടത്തിവിടാത്തത് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റിയോ, കടലാസ്, പേപ്പറിൽ വൈദ്യുതി കയറത്തില്ല. അതുപോലെ മരക്കഷ്ണം, ഉണങ്ങിയ പീസ് ഓഫ് വുഡ് കേട്ടോ. കരിക്കട്ട ഉണ്ടല്ലോ, ചാർക്കോൾ എന്ന് വെച്ചാൽ മലയാളം എന്താ, കരിക്കട്ടയാണ് കേട്ടോ. കരിക്കട്ട അതിലില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബാങ്കിൾ, മറ്റേതുണ്ട് മെറ്റലിൻ്റെ ബാങ്കിൾ ഉണ്ടെങ്കിൽ അതേ പിടിക്കും. ബാങ്കിൾ എന്ന് വെച്ചാൽ വളകളാണ്. നമ്മുടെ കയ്യിലിടുന്ന വളയില്ലേ, ആ വള അത് മെറ്റൽ ആണെങ്കിൽ കറണ്ട് അതിനകത്ത് പാസ് ചെയ്യും, എന്നാൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത, ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്, ഫൈൻഡ് ഔട്ട് ദ റീസൺ. ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്, ഫൈൻഡ് ഔട്ട് ദ റീസൺ. നമ്മൾ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വെറ്റ് ഹാൻഡ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ, സോ ദർ ഈസ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഷോക്ക്. നമ്മുടെ ജലത്തിൻ്റെ സാന്നിധ്യത്താൽ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതിനാൽ നമുക്ക് വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട്, ഇലക്ട്രിക് ഷോക്ക് കേട്ടോ. ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു, അതിനാൽ നമുക്ക് വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട്. ഒറ്റ വരിയേ ഉള്ളൂ, വെറ്റ് ഹാൻഡ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ, സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഷോക്ക് കേട്ടോ. 20ാമത്തെ. അടുത്ത 21, എന്താണ് കണ്ടക്ടേഴ്സ്? ഇനി ഏറ്റവും നമ്മൾ ഈ വൈദ്യുതിയുടെ കാര്യം പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ടക്ടേഴ്സ് കേട്ടോ. ബസ്സിലെ അല്ല, ചാലകങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയോ നിങ്ങളെ ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞില്ലേ, എന്താ സ്കെയിലും സ്റ്റീലിൻ്റെ സ്കെയിലും സേഫ്റ്റി പിന്നും ഒക്കെ എന്താണ് വൈദ്യുതി കടത്തിവിടുന്നതാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ. അതൊക്കെ എന്താണ്, കണ്ടക്ടേഴ്സാണ്. അയണ്, ഗോൾഡ്, കോപ്പർ, സ്റ്റീല്, ഗ്രാഫൈറ്റ്, വുഡ്, വാട്ടർ അല്ലേ, ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, വെള്ളം, ഇതെല്ലാം വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് കേട്ടോ. അതിൻ്റെ മലയാളമാണ് ചാലകങ്ങൾ എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. കണ്ടക്ടേഴ്സ് എന്നാൽ എന്ത്? അതുപോലെയാണ് ഇൻസുലേറ്ററുകൾ എന്നാൽ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ. നമ്മൾ പറഞ്ഞില്ലയോ, പ്ലാസ്റ്റിക്കിൻ്റെ വള, പേപ്പർ, അതുപോലെ തന്നെ തുണി, ഇതിലൊന്നും കറണ്ട് പാസ് ചെയ്യത്തില്ല. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത്, റബ്ബർ, ഗ്ലാസ്, ഡ്രൈ വുഡൻ ബ്ലോക്ക്, ഇത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ 3 പഠിച്ചു വെച്ചേക്കണം. അടുത്ത, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് എ കണ്ടക്ടർ ഇൻ വയർ യൂസ്ഡ് ഇൻ അവർ ഹോം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പലതരം വയറുകളിൽ ഏത് ലോഹമാണ് ചാലകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? വീട്ടിലെപ്പോഴും നമ്മൾ ചെമ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കോപ്പർ വയറുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വിച്ച് മെറ്റൽസ് ഡു വി നോർമലി യൂസ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ ഇലക്ട്രിക് ലൈൻ. എന്നാൽ ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഏത് ലോഹമാണ് സാധാരണ ഉപയോഗിക്കുന്നത്? അലൂമിനിയം ഉപയോഗിക്കുന്നത് അല്ലേ. കോപ്പർ ഉപയോഗിക്കാത്തത്?
അലൂമിനിയത്തിനേക്കാൾ വില കൂടുതലാവും നിങ്ങളെ ചെമ്പിന് കേട്ടോ, കോപ്പർ വയറിന്. അതായത് അതൊരു ചോദ്യമാണ്. അതായത് വിച്ച് മെറ്റൽ ഡു വി നോർമലി യൂസ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ ഇലക്ട്രിക് ലൈൻ? ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഏത് ലോഹമാണ് നമ്മൾ സാധാരണയായിട്ട് ഇലക്ട്രിക് ലൈനാട്ടോ, വെളിയിലെ റോഡിലൂടെ പോകുന്ന ലൈൻ അത് എന്താണ്, ഏത് ലോഹമാണെന്ന് വെച്ചാൽ അലൂമിനിയമാണ്. തിരിഞ്ഞു പോകില്ല. നമ്മൾ വീട്ടിൽ ഏതാ ഉപയോഗിക്കുന്നത്? കോപ്പറാണ്. പക്ഷെ ഇലക്ട്രിക് ഇലക്ട്രിക് ലൈനിലൂടെ പോകുന്ന ഏതാണ്? അലൂമിനിയമാണ്. അത് തിരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ടൂൾസ് ഡു യു യൂസ് ടു മേക്ക് എ ഇലക്ട്രിക് സർക്യൂട്ട്? എന്തെല്ലാം ഉപകരണങ്ങളാണ് ഈ സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ. ഏതൊക്കെ ഉപകരണങ്ങളാണ് നമുക്ക് സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്? അവയുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കട്ടിംഗ് പ്ലെയർ, കട്ടിംഗ് വയർ മുറിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്ട്രിപ്പർ ഉണ്ടല്ലോ, സ്ട്രിപ്പർ, അതായത് സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻ കളയാനാണ് സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? സ്ക്രൂ ഡ്രൈവർ അതായത് എന്തെങ്കിലും ടൈറ്റനിങ് ആൻഡ് ലൂസണിങ് സ്ക്രൂകൾ ഉറപ്പിക്കാനും അതുപോലെ ഇളക്കാനും ഉപയോഗിക്കുന്നത് സ്ക്രൂ ഡ്രൈവറാണ്. ടെസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട് അല്ലേ, വൈദ്യുത പ്രവാഹം പരിശോധിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടെസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 4 ഉപയോഗം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. കട്ടിംഗ് പ്ലെയർ, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ വൈൽ ഹാൻഡിങ് ഇലക്ട്രിക് അപ്ലയൻസ്? നമ്മൾ ഈ വൈദ്യുതി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കറണ്ടിൻ്റെ ഓരോ കാര്യങ്ങളും അല്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. 3-4 മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അതായത് ഡു നോട്ട് റിപ്പയർ ഇലക്ട്രിക് ഡിവൈസ് വിത്ത് സ്വിച്ച് ടേൺ ഓൺ. സ്വിച്ച് ഓൺ ആക്കി വൈദ്യുത ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യരുത്. സ്വിച്ച് ഓൺ ആക്കിയിട്ട് വൈദ്യുതി ഉപകരണങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നും റിപ്പയർ ചെയ്യരുത്. നെവർ ടേൺ ഓൺ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. നമ്മൾ മുമ്പ് പറഞ്ഞ നനഞ്ഞ കൈകൊണ്ട് സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കരുത്. യൂസ് ഓൺലി വയർ വിത്ത് ഇൻസുലേഷനുള്ള വയറുകൾ മാത്രം ഉപയോഗിക്കണം. ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക് ഡിവൈസ് വൈൽ ദർ ഈസ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. നല്ല ഇടിയും മിന്നലും, മഴയുണ്ടല്ലോ, മഴ സമയത്ത് നല്ല ഇടിയും മിന്നലും ഉണ്ടല്ലോ, ആ സമയത്ത് വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളൊന്നും നമ്മൾ കഴിവതും പ്രവർത്തിപ്പിക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. 4 എഴുതിയിട്ടുള്ളൂ. നിങ്ങളെ നല്ലതുപോലെ 4 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒരു പോയിന്റിന് 1 മാർക്കൊക്കെ വെച്ച് കിട്ടുന്നതാണ്, കളയണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ കറണ്ട് അടിക്കുമെന്നൊക്കെ. എന്താ ഇലക്ട്രിക് ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ? ഇലക്ട്രിക് ഷോക്ക് എന്ന് വെച്ചാൽ എന്താ? വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ടു സേവ് എ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് ആൻ ഇലക്ട്രിക് ഷോക്ക്? ഒരു ഷോക്ക് ഏറ്റ് കിടക്കുന്ന വ്യക്തിയെ നമ്മൾ രക്ഷിക്കാൻ നാം ഉടനടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? കറണ്ട് അടിച്ച് കിടക്കുന്ന ഒരാളിനെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ ചെയ്യുന്നത്? ഫസ്റ്റ് എന്താ? തിങ് ഈസ് ടു ബി ഡിസ്കണക്ട് ദ ഇലക്ട്രിക് കോണ്ടാക്ട് ഫോർ ദി സ്വിച്ച് ഓഫ് ഓർ റിമൂവ് ദ ഫ്യൂസ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സെപ്പറേറ്റ് ദ പേഴ്സൺ ഫ്രം ദ ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് എ ഡ്രൈ വുഡൻ സ്റ്റിക്ക് ഓർ സം അതർ ഗുഡ് ഇൻസുലേറ്റർ. അത് അത്രയും പോയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് അത്രയും എഴുതിയെടുക്കണം. ആദ്യം നമ്മൾ എന്താവും നിങ്ങൾ ചെയ്യുന്നത്? ഏത് വസ്തുവിൽ നിന്നാണോ നമുക്ക് കറണ്ട് അടിച്ചത്, അവിടെ നിന്നുള്ള സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യണം അല്ലേ? ഇപ്പോൾ ടി വിയിൽ എന്തെങ്കിലും പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ അല്ലെങ്കിൽ ഫാനിൽ എന്തെങ്കിലും അത് പെട്ടെന്ന് നമ്മളെന്താ സ്വിച്ച് അങ്ങ് അല്ലേ, അതായത് സ്വിച്ച് ഓഫ് ആക്കുക എന്നല്ല പറയുന്നത്, ആ വൈദ്യുത ബന്ധം അങ്ങ് ഒഴിവാക്കുക. ഇതിനായിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലേ, ഫ്യൂസ് ഊരി മാറ്റുക. ഇവ സാധ്യമല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയ മരക്കൊമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും കുറേ എണ്ണത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ലേ, ആ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഷോക്ക് ഏറ്റയാളെ തള്ളി മാറ്റുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. മലയാളം മീഡിയക്കാർക്ക് ഇത്രയും, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത്രയും കേട്ടോ, എഴുതണേ. ഇനി ഇഫ് ബ്രീത്തിങ് സ്റ്റോപ്പ് ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഇനി അത് മാത്രമല്ല നിങ്ങളെ, രണ്ടാമത്തെ സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, കറണ്ട് അടിച്ച് നല്ലപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം ഒക്കെ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം, കൃത്രിമ ശ്വാസം നൽകണം. സ്വയം ശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. കീപ്പ് ദ ബോഡി വാം ബൈ മസാജിങ്. ശരീരം നല്ലതുപോലെ തിരുമി ചൂടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓരോ പോയിന്റായിട്ടാണ് ഷോക്കേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയെല്ലാം രക്ഷിക്കാമെന്നാണ്
അല്ലേ? ആദ്യം നമ്മൾ എന്താ സ്വിച്ച് അല്ലേ, ആ വൈദ്യുത ബന്ധം അങ്ങ് ഒഴിവാക്കുക, സ്വിച്ച് ഊരി മാറ്റുക. അത് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഉണങ്ങിയ വല്ല തടിക്കമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ച് അതിൽ നിന്നിങ്ങ് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. എന്നാൽ പെട്ടെന്ന് കൃത്രിമ ശ്വാസം കൊടുക്കുക. നല്ലതുപോലെ ശരീരം തിരുമ്മി അങ്ങ് ചൂടാക്കുക. ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക കേട്ടോ. അപ്പോൾ ആ മെയിൻ 4 പോയിന്റും അങ്ങ് പഠിച്ചേക്കണേ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്ന ജനറേറ്റർ ആവും. നിങ്ങൾ എന്താണ് ജനറേറ്റർ? ഓരോന്നിനെ കുറിച്ചുമാണ് ടെസ്റ്റിൽ കേട്ടോ. ഓക്കെ, എന്തായി ജനറേറ്റർ? വാട്ട് എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ എ ജനറേറ്റർ? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? നമ്മൾ ഈ ജനറേറ്റർ കറണ്ട് ഇല്ല, എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ മെയിൻ പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ അല്ലേ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ജനറേറ്റർ എടുത്തുകൊണ്ട് വരാൻ പറയും അല്ലേ? ഏതെങ്കിലും ഉള്ളിടത്തു ജനറേറ്റർ എടുത്തുകൊണ്ട് വരാൻ പറയും. ഇൻ എ ജനറേറ്റർ ഫസ്റ്റ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ആൻഡ് ദെൻ ടു ഇലക്ട്രിക്കൽ എനർജി. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് അത് വൈദ്യുതോർജമായും മാറുന്നു. നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങളെ. ജനറേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതങ്ങ് എഴുതിയാലും മതി. എന്താണ്? ജനറേറ്ററിൽ രാസോർജം ആദ്യമേ യാന്ത്രികോർജമായും പിന്നീട് എന്താ വൈദ്യുതോർജമായും മാറുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഓപ്പറേറ്റ് എ ജനറേറ്റർ എന്ന് ചിലപ്പോൾ ചോദിക്കാം അല്ലേ? ജനറേറ്റർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്? പെട്രോള്, ഡീസൽ, കെറോസിൻ ഇവയൊക്കെ എന്നിവയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ജലവൈദ്യുത നിലയം. ഹൗ ഡു ജനറേഷൻസ് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വർക്ക്? ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? വലിയ ജലവൈദ്യുത, നമുക്കൊക്കെ കറണ്ട് കിട്ടുന്നില്ലേ? എവിടുന്ന, എങ്ങനെ ഇല്ലയോ? ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? Generators in hydroelectric power stations work using the energy obtained when water stored is reservoirs of a dam fall from a height. നമ്മൾ അണ കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. വലിയ ഡാമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ അണ കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ആ ഊർജ്ജം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. The force of falling water rotate the turbines start to work and produce electricity. ഈ വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായിട്ട് ഘടിപ്പിച്ച് ടർബൈനിലേക്ക് ഇത് വീഴ്ത്തുന്നു. നോക്കണേ, ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കണം. വെള്ളം മേളിൽ നിന്ന് താഴോട്ട് വന്നിട്ട് അത് ജനറേറ്ററിൽ ചെല്ലും. ഈ വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട് ജനറേറ്ററുമായിട്ട് ഇത് ഘടിപ്പിച്ച് വലിയ ടർബൈൻ ഉണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ടർബൈനിലേക്ക് ഇത് വീഴ്ത്തുന്നു. ഇനി ഡാമിൽ വാട്ടർ വിച്ച് ഈസ് സ്റ്റോർ ഇൻ റിസർവേഴ്സ് ഈസ് ക്യാരിഡ് ത്രൂ പൈപ്പ് ആൻഡ് മേഡ് ടു ഫാൾ ഫോഴ്സ്ഫുള്ളി ഇൻ ടു ദ ടർബൈൻസ് കണക്റ്റഡ് ടു ദ അതാണ് ജനറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ ടർബൈന് അവിടെ ദീസ് ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു വേരിയസ് പ്ലേസ് ത്രൂ ഇലക്ട്രിക് ലൈന്. ഈ ടർബൈൻ തിരിയുമ്പോൾ ഈ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനിലൂടെ വിവിധ സ്ഥലങ്ങളിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് ആ പോയിന്റായിട്ട് തന്നെ അങ്ങ് പഠിച്ചോണേ കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. അതാണ് ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മറ്റ് സാധ്യതകൾ വല്ലതും ഉണ്ടോ? വാട്ട് ആർ ദ അതർ പോസിബിലിറ്റി ഓഫ് ഇലക്ട്രിക് പവർ ജനറേറ്റർ? തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, വിൻഡ് മില്ല് അല്ലേ, സോളാർ പാനല്, പിന്നെ ടൈഡൽ വേവ് എന്ന് വെച്ചാൽ താപവൈദ്യുത നിലയം, ആണവ വൈദ്യുത നിലയം, കാറ്റാടിപ്പാടം, സോളാർ പാനല്, വേലിയേറ്റ തിരമാലകൾ, ഇതെല്ലാം ഉണ്ട്. വിച്ച് ആർ ദ സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റ് എന്ന് വെച്ചാൽ വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ലൈറ്റ് ആർ കെപ്റ്റ് വർക്കിംഗ് ഈവൻ അറ്റ് എ ഡേ ടൈം. പകൽ സമയത്ത് വൈദ്യുത വിളക്കുകൾ കത്തിച്ചിടുന്നത് അല്ലേ? മിക്ക റോഡുകളിലെയും പകൽ സമയത്ത് ലൈറ്റ് കത്തിക്കിടക്കുന്നത് കാണാം. ടി വി, ഫാൻ, ബൾബ് എക്സെട്ര ആർ കെപ്റ്റ് വർക്കിംഗ് ഈവൻ നോബഡി ഇൻ ദ റൂം. നമ്മൾ ടി വി, ഫാൻ, ബൾബ് എന്നിവ ആവശ്യമില്ലാതെ ഓണാക്കി ഇടുന്നത് അല്ലേ? ടി വി നമ്മൾ എന്തെങ്കിലും മുറിയിലോട്ട് കയറിയാൽ ഉടനെ ഇതെല്ലാം ഓണാക്കി ഇട്ടിട്ടേ ഇരിക്കത്തുള്ളൂ. നല്ല മഴയാണെങ്കിലും ഇപ്പോൾ അല്ലേ, അതങ്ങ് ശീലമായിപ്പോയില്ലേ? ഓക്കെ നിങ്ങളെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതുപോലെ ഇതിനകത്തിൽ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും. എന്നിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ പിക്ചർ തന്നിട്ട് വിച്ച് സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നു? നോക്കിക്കേ, ഇതിനകത്തിൽ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് ഇരിപ്പുണ്ടോ? നോക്കിയേ, താണ്ട സ്വിച്ചിരിക്കുന്നു. നോക്കിയേ,
രണ്ടും കൂടെ കൂട്ടിമുട്ടി ഇതെല്ലാം കൂടെ കൂട്ടിമുട്ടിയെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, കത്തത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്, തുറന്ന സർക്യൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡസ് ഈച്ച് ഓഫ് ദ ABCD ഗിവൺ ഇൻ ദ ഫിഗർ ഇൻഡിക്കേറ്റ്? എ എന്ന് വെച്ചാൽ എന്താ, ബി എന്ന് വെച്ചാൽ എന്താ, സി എന്ന് വെച്ചാൽ എന്താ, ഡി എന്ന് വെച്ചാൽ എന്താ? എ നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താണ് എ എന്ന് പറയുന്നത്? ഇത് ബൾബിനെ സൂചിപ്പിക്കുന്ന കേട്ടോ. നമുക്കറിയാമല്ലോ, മുമ്പ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ സൂര്യനെ പോലെ കത്തി നിൽക്കുന്നത് അതിവിടെയാണ് എ. ബി എന്ന് വെച്ചാൽ ഇത് എന്താ, വയർ അല്ലേ, കണക്റ്റിംഗ് വയറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെ ഇരിക്കുന്നത്, പൊങ്ങി താങ്ങി ഇങ്ങനെ ഇരിക്കുന്നതാ സ്വിച്ച് അല്ലേ. പിന്നെ ഇതറിയാം, വലിയ വര പോസിറ്റീവും ചെറിയ വര നെഗറ്റീവുമാണ് കേട്ടോ. സെല്ലാണ് കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചാൽ. വലിയ വര പോസിറ്റീവിനെയും ചെറിയ വര നെഗറ്റീവിനെയും ആവും നിങ്ങളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൻ്റെ ഒരുവിധം ഉള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വിച്ചുകൾ തന്നെ, സാധാരണ സ്വിച്ച്, 2 വേ സ്വിച്ച്, 3 വേ, ഇപ്പോൾ എല്ലാം അല്ലേ എന്തൊക്കെയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ടെസ്റ്റിൽ കുറേ പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ ഉണ്ട്, പ്ലെയറും ഒക്കെ ഉണ്ട്. നമ്മളാണ്ടോ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ് ആണ്ടോ, ആണ്ടെ തുറന്നിരിക്കുന്നുണ്ടോ. ബൾബ് എ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ബൾബ് അല്ലോ, ഇത് പോകുന്ന അതിൻ്റെ വയറാണ്, ഇതതിൻ്റെ സ്വിച്ചാണ് കണ്ടോ. ഇത് വലുത് പോസിറ്റീവും ഇടത് നെഗറ്റീവും സെല്ലാണ്. ഇത് നോക്കിയേ, കത്തിയിട്ടുണ്ടോ? ഇല്ല, കാരണം എന്താണ്ട് ഇത് തുറന്നിരിക്കുക. എന്നാൽ ഇത് നോക്കിയേ, ഇവിടെ എല്ലാം ജോയിൻ ചെയ്തിരിക്കുമല്ലേ. അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇതെന്താ ഇത് നെഗറ്റീവും പോസിറ്റീവിനെയും കാണിക്കാനാണ്. ഇവിടെ സൂര്യൻ കത്തി നിൽക്കുന്നുണ്ട്, അപ്പോൾ അത് കത്തി നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ആ ക്ലൂ പഠിച്ച്, അതുപോലെ തന്നെ ഇത് ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഇത് ചിലപ്പോൾ പടം തന്നിട്ട് നിങ്ങളോടൊന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞാലോ. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ, എല്ലാം നമ്മൾ പറഞ്ഞു. ജനറേറ്റർ ആയാലും കണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെയാണ് നമ്മൾ അതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു. എല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ നിങ്ങളെ, ഓൾ ദ ബെസ്റ്റ്.